ചിക്കൻ ഗാർലിക് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ചപ്പാത്തി, പൊറോട്ട, നാൻ, അപ്പം എന്നിവയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണിത്. ഞാൻ ലിഷ. വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. ചിക്കൻ ഗാർലിക് റോസ്റ്റ് ഉണ്ടാക്കുന്നതിനകത്ത് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. വൃത്തിയാക്കിയതിന് ശേഷമുള്ള തൂക്കമാണ് 1 കിലോ. ഞാനിതൊരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് 1.5 ടീസ്പൂൺ, ഇഞ്ചി ചതച്ചത് 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഞാനിവിടെ 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ. ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. എല്ലാ കഷ്ണങ്ങളും നന്നായി അരപ്പ് തേച്ച് പിടിപ്പിക്കണം. ഇതിനി 1 മണിക്കൂറെങ്കിലും ചിക്കനിലേക്ക് അരപ്പ് പിടിക്കാനായി മാറ്റിവെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായുള്ള മസാല തയ്യാറാക്കിയെടുക്കണം. അതിനായി ചൂടായിരിക്കുന്ന ഒരു ഫ്രൈയിങ് പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 1 ഇഞ്ച് നീളമുള്ള കറുവപ്പട്ട, 3-4 ഗ്രാമ്പൂ, 3 ഏലക്ക. ഇവയെല്ലാം കൂടി ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ആയതിൻ്റെ നല്ലൊരു മണം വന്നു തുടങ്ങുമ്പോൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ നാടൻ മുളക് പൊടിയുമാണ്. പെട്ടെന്ന് തന്നെ ഇളക്കിയതിന് ശേഷം തീയിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ. റോസ്റ്റ് ചെയ്തിരിക്കുന്ന മസാലക്കൂട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. നന്നായി പൊടിഞ്ഞ് ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് 35 മീഡിയം സൈസുള്ള വെളുത്തുള്ളിയും കൂടി ചേർത്ത് അരയ്ക്കണം. ഞാനിത് അളന്ന് നോക്കിയപ്പോൾ അളവ് കപ്പിന് 1/4 കപ്പ് വെളുത്തുള്ളിയുണ്ട്. കൂടുതലായി അരയ്ക്കേണ്ട, ജസ്റ്റ് 4-5 പ്രാവശ്യം പൾസ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു പരുവത്തിൽ കിട്ടണം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഒരു വലിയ പാനിലേക്ക് 6 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. എണ്ണ ചൂടായി വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വലിയ സവോള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതിന് ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കണം. സവോള ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടണം. ഇതിന് കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇപ്പോൾ സവോളയൊക്കെ വഴന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കണം. തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് 4 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി ചിക്കൻ റെസിപ്പീസിൻ്റെ വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ ഐ കാർഡിലും എൻഡ് സ്ക്രീനിലും കൊടുത്തേക്കാം. നിങ്ങൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണേ. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ച് ഏകദേശം 15 മിനിറ്റോളം വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിളക്കി കൊടുക്കണം. ചിക്കൻ വേവിക്കുന്നതിനായി ഞാനിവിടെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ചിക്കനിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ നന്നായി വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് ഒരു 3-4 മിനിറ്റോളം റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നന്നായി യോജിപ്പിച്ചെടുക്കാം.
ഇതിലേക്ക് ചേർക്കുന്ന ഉപ്പും മുളകും നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു ചിക്കൻ റോസ്റ്റ് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതുപോലെ തന്നെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ മുഗളായി ചിക്കൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐക്കാർഡിലും എൻഡ് സ്ക്രീനിലും കൊടുത്തേക്കാം. നിങ്ങൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണേ. ഇപ്പോൾ ചിക്കൻ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മുതൽ 1.5 ടീസ്പൂൺ വരെ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അവസാനമായി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഗാർലിക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്